നമസ്കാരം, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്നിവിടെ നോക്കുന്നത് സിമുലേറ്റർ സഹായത്തോടുകൂടി G71 ഫാനുക് കൺട്രോളിലെ G71 ടേണിംഗ് സൈക്കിൾ അല്ലെങ്കിൽ സ്റ്റോക്ക് റിമൂവൽ സൈക്കിളിൻ്റെ പാരാമീറ്ററും അതിൻ്റെ ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളുമാണ് നമ്മളിന്ന് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യാൻ പോകുന്നത്. വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ കാണാൻ ശ്രമിക്കുക. പുതിയ എന്തെങ്കിലും സജഷൻസ് നിങ്ങൾക്കുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. നമുക്ക് നേരെ അതിൻ്റെ സൈക്കിളിലേക്ക് പോകാം. ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും, നമ്മളിവിടെ ഒരു പ്രോഗ്രാം ഓൾറെഡി സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിൽ പൊസിഷൻ ചെയ്യുന്ന സ്റ്റെപ്പ് കഴിഞ്ഞ് വരുന്നതാണ് നമ്മളുടെ സൈക്കിൾ എന്ന് പറയുന്നത്. അതായത് G71 സൈക്കിളാണ് നമ്മൾ ടേണിംഗ് സൈക്കിളായിട്ട് യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഈ ടേണിംഗ് സൈക്കിളിനെ നമ്മൾ സ്റ്റോക്ക് റിമൂവൽ സൈക്കിൾ എന്ന് വിളിക്കും, എക്സ് ആക്സിസ് റഫിംഗ് ക്യാൻഡ് സൈക്കിൾ എന്ന് വിളിക്കും. ഇതെല്ലാം G71 ആണ് ഫാനുക്കിൽ വരിക. ഇപ്പോൾ G71 രണ്ട് ടൈപ്പ് ബ്ലോക്ക് ആയിരിക്കും വരിക. G71 UR, G71 PQ UWF എന്ന് പറഞ്ഞിട്ടുള്ള പാരാമീറ്ററാണ് വരിക. അതിൽ G71 ആദ്യത്തെ യുവും ആറും എന്താണെന്നുള്ളതാണ് നമ്മൾ ഇനി പറയാൻ പോകുന്നത്. യു എന്ന് പറയുന്നത് ഡെപ്ത് ഓഫ് കട്ടാണ്. ഒരു പ്രാവശ്യം എത്ര മെറ്റീരിയൽ വെച്ച് റിമൂവ് ചെയ്ത് പോകണം എന്നുള്ളതാണ് നമ്മൾ യു എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആർ എന്ന് പറയുന്നത് റിട്രാക്റ്റ് ആണ്. ഓരോ പാസ് പോയതിനു ശേഷവും ബാക്കിലേക്ക് ടൂൾ ഇറങ്ങിയിട്ട് വേണം അടുത്ത ഡെപ്തിന് വേണ്ടിയിട്ട് വരാൻ. അപ്പോൾ എത്ര ഡിസ്റ്റൻസ് ബാക്കിലേക്ക് മൂവ് ചെയ്യണം എന്നുള്ളതാണ് ആർ എന്ന് പറയുന്ന ലെറ്റർ കൊണ്ട് മീൻ ചെയ്യുന്നത്. ഇനി അടുത്തതെന്ന് പറയുന്നത് G71. ആ 71 പിയും ക്യൂവും യുവും ഡബ്ല്യൂയും എഫും ഉണ്ടാവും. അതിൽ പി എന്ന് പറയുന്നത് നമ്മൾ ടൂൾ പാത്ത് എഴുതും. ഇതിൻ്റെ ഒരു പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി എഴുതുന്ന ടൂൾ പാത്തിൻ്റെ സ്റ്റാർട്ടിംഗ് ബ്ലോക്ക് നമ്പർ എത്രയാണോ അതായിരിക്കും നമ്മൾ പി എന്ന് പറയുന്ന ലെറ്ററിൽ കൊടുക്കുക. രണ്ടാമത് പറയുന്നത് ക്യൂ ആണ്. ഫൈനൽ ബ്ലോക്ക് ഓഫ് ദ ടൂൾ പാത്ത് എന്ന് പറയും. അപ്പോൾ നമ്മൾ ലാസ്റ്റ് എഴുതുന്ന ബ്ലോക്ക് എത്രയാണോ ആ ബ്ലോക്കിന് എഴുതുന്ന നമ്പർ ആയിരിക്കും നമ്മൾ ക്യൂവിൽ കൊടുക്കുക. യു എന്ന് പറയുന്നത് എക്സ് ആക്സിസിലെ സ്റ്റോക്ക് റവൻസ് ആണ്. അതായത് ഫിനിഷിങ്ങിന് വേണ്ടിയിട്ട് നമ്മളൊരു സ്റ്റോക്ക് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. അത് എത്രയാണെന്ന് വെച്ചാൽ നമ്മൾ യുവിൽ കൊടുക്കും. ഡബ്ല്യു എന്ന് പറയുന്നത് ഇസഡ് ആക്സിസിലെ സ്റ്റോക്ക് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യാൻ കൊടുക്കുന്നതാണ് ഡബ്ല്യു എന്ന് പറയുന്നത്. എഫ് നോർമലി അറിയാം ഫീഡ് റേറ്റ് ആണ്. M08 സൈക്കിളിൽ കൂടെ കൊടുക്കാൻ വേണമെങ്കിൽ, അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ മാനുവലി അതിന് മുന്നേ നമുക്ക് സൈക്കിളിന് മുന്നേ ആഡ് ചെയ്യാം. അപ്പോൾ ഇവിടെ ടൂൾ പാത്ത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും 100ലാണ് സ്റ്റാർട്ട് ചെയ്യുന്നതായിട്ട് കൊടുത്തിരിക്കുന്നത്. അതിനിടയിൽ വരുന്നതിനൊന്നും ബ്ലോക്ക് നമ്പർ കൊടുക്കണമെന്ന് നിർബന്ധമില്ല. അതിനുശേഷം വരുന്ന ലാസ്റ്റ് നമ്മൾ എഴുതുന്ന ഒരു ബ്ലോക്കിന് നമ്മൾ നമ്പർ കൊടുത്താലും മതി. ഈവൻ നിങ്ങൾക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഇടാൻ പറ്റും, അങ്ങനെ തന്നെ ചെയ്യാം. അപ്പോൾ നമുക്കിതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം എങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുന്നതെന്നുള്ളത് നോക്കാം. ഞാനൊന്ന് പ്ലേ ചെയ്യാം. ഇത്രയുമാണ് നമ്മൾ ഈ ഒരു പാരാമീറ്റർ സൈഡിൽ അറിഞ്ഞിരിക്കുന്നത്. ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും അറിയണം എന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. നമ്മളൊരു പുതിയ വീഡിയോ ആയിട്ട് ചെയ്യും. എന്താണോ നിങ്ങളുടെ ആവശ്യം അത് കമൻറ്റ് ചെയ്യുക. ഓക്കെ. പിന്നെ ഈ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷനായി എത്തണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. അപ്പോൾ കൂടുതൽ വീഡിയോയുമായി വരുന്നതായിരിക്കും. താങ്ക് യു സോ മച്ച്.